Hi all, this is Angelit. Welcome to Study Table. Standard 7 Social Science Chapter 2 From Trade to Power കച്ചവടത്തിൽ നിന്നും അധികാരത്തിലേക്ക് Part 2 രണ്ടാമത്തെ പാർട്ട്. In the previous class, we have discussed about the Portuguese, Dutch and the story of pepper. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ, പോർച്ചുഗീസിൻ്റെയും ഡച്ചിൻ്റെയും അതേപോലെ കുരുമുളകിൻ്റെ കഥയും. ടുഡേ വി ആർ ഗോയിങ് ടു സീ ഇംഗ്ലീഷ് ഫ്രഞ്ച് ട്രേഡ് റിലേഷൻസ് ആൻഡ് ദ കോമ്പറ്റീഷൻ. ഇന്ന് നമ്മൾ എന്താ കാണാൻ പോകുന്നത്? ഇംഗ്ലീഷും ഫ്രഞ്ചും അവരുടെ വാണിജ്യ കേന്ദ്രങ്ങളും അവരുടെ വാണിജ്യ ബന്ധങ്ങളും പിന്നെ അവരുടെ കോമ്പറ്റീഷൻ, അവരുടെ മത്സരങ്ങളും ഇന്ത്യയിൽ എന്തായിരുന്നു അവർ ചെയ്തതെന്നാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് നൗ. ദ അഡ്വെൻറ്റ് ഓഫ് ഇംഗ്ലീഷ്. നമ്മുടെ ഫസ്റ്റ് പാർട്ടാണ് എന്ത്? ഇംഗ്ലീഷുകാരുടെ വരവ്. ലെറ്റ്സ് റീഡ്. The English East India Company was formed in England in 1600 for trade with the countries like India and China. 1600 ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്തു? ലണ്ടനിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവർക്ക് ഇന്ത്യയും ചൈനയുമായിട്ട് ട്രേഡ് നടത്താൻ, വാണിജ്യം നടത്താൻ അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? 1600 അവർ ലണ്ടനിൽ ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറഞ്ഞൊരു കമ്പനി അവർ രൂപീകരിച്ചു. പിന്നീട് എന്തുണ്ടായി? ഫസ്റ്റ് ട്രേഡ് സെൻറ്റർ അവർ ഇന്ത്യയിൽ, ആ സെയിം കമ്പനിയുടെ ഇന്ത്യയിൽ അവരൊരു ട്രേഡ് സെൻറ്റർ ഉണ്ടാക്കി. ആ ട്രേഡ് സെൻറ്റർ എവിടെയായിരുന്നു? ഇന്ത്യയിൽ ഗുജറാത്തിൽ സൂരത്തിലായിരുന്നു ആദ്യമായിട്ട് നമ്മൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഗുജറാത്തിലായിരുന്നു ട്രേഡ് സെൻറ്റർ ഉണ്ടാക്കിയത്. ആൻഡ് ഓൾസോ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ബോംബെ, കൽക്കട്ട ആൻഡ് മദ്രാസ്. അതേപോലെ അവരുടെ മറ്റ് കേന്ദ്രങ്ങൾ എവിടെയൊക്കെയായിരുന്നു? ട്രേഡ് സെൻറ്റേഴ്സ് ബോംബെയിലും കൽക്കട്ടയിലും മദ്രാസിലും ഒക്കെ ആയിരുന്നു. അപ്പം ഇവിടെ ഈ ഇത്രയും പോർഷനിൽ നമ്മൾ എന്തൊക്കെയാണ് കണ്ടത്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അവർക്ക് നമ്മുടെ ഇന്ത്യയായിട്ടും ചൈനയായിട്ടും അവർക്ക് വാണിജ്യം നടത്താൻ വേണ്ടി അവരെന്ത് ചെയ്തു? അവരൊരു ഈസ്റ്റ് ഇന്ത്യ കമ്പനി തുടങ്ങി 1600. അതുമല്ല, അവരുടെ ഫസ്റ്റ് ഇന്ത്യയിൽ അവർ തുടങ്ങിയത് എവിടെയായിരുന്നു? ഗുജറാത്തിൽ സൂരത്തിൽ വെച്ച്. പിന്നീട് അവരുടെ പല ട്രേഡ് സെൻറ്റേഴ്സ് ബോംബെയിലും കൽക്കട്ടയിലും മദ്രാസിലും ഒക്കെ ഉണ്ടായിരുന്നു. അടുത്ത് നമുക്ക് നോക്കാം ഫ്രഞ്ച് ട്രേഡ് റിലേഷൻ. എന്തായിരുന്നു ഫ്രഞ്ചുകാരുടെ എന്താണ് അവരുടെ ട്രേഡ് റിലേഷൻ? നമുക്ക് നോക്കാം. നമ്മുടെ ഫ്രഞ്ചിൻ്റെ വാണിജ്യ ബന്ധങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. The French East India Company was established in 1664 and the French reached India for the purpose of trade. 1664 ഫ്രാൻസിലുള്ളവർക്ക് എന്തിനാഗ്രഹം ഉണ്ടായി? നമ്മളുമായിട്ട് കച്ചവടം നടത്താൻ വേണ്ടി അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് 1664 അവരെന്ത് ചെയ്തു? ആൻഡ് ദ ഫ്രഞ്ച് റീച്ച്ഡ് ഇന്ത്യ, അവർ ഇന്ത്യയിലേക്ക് വന്നിട്ട് എന്തിനാ വന്നത്? കച്ചവടത്തിനായിട്ട്. പോണ്ടിച്ചേരി, മാഹി ആൻഡ് കാരക്കൽ വെർ ദ ചീഫ് ട്രേഡ് സെൻറ്റേഴ്സ് ഓഫ് ദ ഫ്രഞ്ച്. ഈ ഫ്രഞ്ചുകാരുടെ പ്രധാനപ്പെട്ട അവരുടെ എന്തായിരുന്നു കച്ചവട കേന്ദ്രങ്ങൾ എവിടെയൊക്കെയായിരുന്നു? ഒന്ന് പോണ്ടിച്ചേരി, പിന്നെ മാഹി, അതേപോലെ കാരിക്കൽ. ഇവിടെ അവരുടെ പ്രധാന ആസ്ഥാനം എവിടെയായിരുന്നു? അവരുടെ മെയിൻ ട്രേഡ് സെൻറ്റർ ചീഫ് എവിടെയായിരുന്നു? അത് പോണ്ടിച്ചേരി ആയിരുന്നു അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. അടുത്ത് നോക്കിയ താഴെ ഒരു പിക്ചർ കാണുന്നില്ല, നമ്മളവിടെ ഒരു മാപ്പ് കാണുന്നുണ്ട് ഇന്ത്യയുടെ അല്ലേ? അവിടെ കുറച്ച് പോയിന്റ് ഔട്ട് ചെയ്തേക്കുന്നുണ്ട് കുറച്ച് സ്ഥലങ്ങളെ, കൽക്കട്ട, മദ്രാസ്, പോണ്ടിച്ചേരി, കാരക്കൽ, അങ്ങനെ കുറേ സ്ഥലങ്ങൾ മാർക്ക് ചെയ്തേക്കുന്നത് കണ്ടില്ലേ? പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് യൂറോപ്യൻ ട്രേഡ് സെൻറ്റേഴ്സ് ബേസ്ഡ് ഓൺ ദ മാപ്പ് ഗിവൻ ബിലോ. ക്യാൻ യു ഐഡൻറ്റിഫൈ എനി കോമൺ ഫീച്ചേഴ്സ് ഓഫ് ദിസ് ട്രേഡ് സെൻറ്റർ? എന്തെങ്കിലും പൊതുവായ ഒരു ഫീച്ചർ, അതായത് ഈ വാണിജ്യ കേന്ദ്രങ്ങൾക്ക് എന്തെങ്കിലും പൊതുവായ സവിശേഷത നിങ്ങൾ കാണുന്നുണ്ടോ? എല്ലാം എവിടെയാണ് നിൽക്കുന്നത്? നമുക്കിത് കാണുമ്പോഴൊരു കാര്യം മനസ്സിലാവും അല്ലേ? എല്ലാം എന്താണ്? തീരപ്രദേശങ്ങളല്ലേ? ഈ കൽക്കത്തയും മദ്രാസ്, നമ്മുടെ കൊച്ചി, മാഹിയും കൊല്ലം എല്ലാം എന്താണ്? കടൽ തീരമാണല്ലേ? അതുകൊണ്ട് തന്നെ അവർക്ക് എന്തുകൊണ്ടായിരിക്കും അവിടെ ട്രേഡ് സെൻറ്റർ അവിടെ തന്നെ സ്ഥാപിക്കാൻ കാരണം കപ്പലും സമുദ്രമാർഗത്തിലൂടെ അവർക്ക് എന്ത് ചെയ്യാം? ചരക്കുകൾ കയറ്റുമതി ചെയ്യാൻ എളുപ്പമാണല്ലേ? വെളിയിൽ നിന്ന് വരുന്നവർക്ക് ഇന്ത്യയുമായിട്ട് കച്ചവടം ചെയ്യാൻ എളുപ്പമാണ്. എങ്ങനെ? കടൽ മാർഗത്തിലൂടെ ഈ സമുദ്ര തീരങ്ങളിൽ, സീഷോറിൽ. അതുകൊണ്ടാണ് അവർ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ അവരുടെ ട്രേഡ് സെൻറ്ററായിട്ട് എടുക്കാൻ കാര്യം. അടുത്ത നെക്സ്റ്റ് നമുക്ക് എന്താ നോക്കുന്നത്? ദ കോമ്പറ്റീഷൻ ഫോർ ദ മോണോപ്പൊളി ഓഫ് ട്രേഡ്. കച്ചവടാധിപത്യത്തിന് വേണ്ടിയുള്ള അവരുടെ മത്സരം. ആരുടെയൊക്കെ മത്സരമാണ്? ഇംഗ്ലീഷുകാരുടെ, ഫ്രഞ്ചുകാരുടെ അല്ലേ? അടുത്ത് നോക്കിയേ, അതിൽ എന്തൊക്കെയാണ് പറയുന്നത്? The European countries competed for monopolizing trade with India. The Portuguese and the Dutch were defeated at the very beginning of this competition. നമ്മൾ കണ്ടില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ പോർച്ചുഗീസുകാരും ഡച്ചുകാരും എല്ലാം തോറ്റു അവർ മടങ്ങിപ്പോയില്ലേ ഇന്ത്യയിൽ നിന്ന്? അവരുടെ കച്ചവടം അവർ മതിയാക്കി ഇവിടുന്ന് മടങ്ങിപ്പോയി അല്ലേ? അതിനുശേഷം പിന്നെ ആരൊക്കെയാണ് വന്നത്? ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും വന്നു. പിന്നെ അവർ തമ്മിലായി എന്ത്? ഫൈറ്റിങ്. അവർക്ക് ഇവിടെ കച്ചവട ആധിപത്യം നേടാൻ വേണ്ടി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര
കോമ്പറ്റീഷൻ ആയിരുന്നു. അപ്പോൾ ആ കോമ്പറ്റീഷനിൽ എന്ത് പറ്റി, അത് ഭയങ്കര വലിയ കോമ്പറ്റീഷൻ ആയിരുന്നു. ആ കോമ്പറ്റീഷൻ്റെ പേരാണ് കർണാട്ടിക് വാർസ്. അവരുടെ ആ ഒരു നടന്ന യുദ്ധത്തിൻ്റെ പേരാണ് എന്ത്, കർണാട്ടിക് വാർസ്. അതേപോലെ ആ യുദ്ധത്തിൽ ആരാണ് തോറ്റത്, ഫ്രഞ്ചുകാരാണ് ആ യുദ്ധത്തിൽ തോറ്റുപോയത്. അപ്പം നോക്കിയേ, ഇനി അപ്പം ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതോടെ എന്ത് പറ്റി, ഇവർ തോറ്റതോടെ, ഫ്രഞ്ചുകാർ തോറ്റതോടെ അവർക്കായിരുന്നു പവർ ഇന്ത്യയിലല്ലേ. അങ്ങനെ നോക്കിയത് കമ്പനി ഗെയിൻസ് പവർ. അങ്ങനെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നമ്മുടെ ഇന്ത്യയിൽ എന്ത് കിട്ടി, അവർ അധികാരത്തിലേക്ക് വന്നു. ആഫ്റ്റർ ഗെയിനിങ് ദ മോണോപ്പൊളി ഓഫ് ട്രേഡ്, ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോക്കസ്ഡ് ഓൺ ദ അക്വിസിഷൻ ഓഫ് പവർ ഇൻ ഇന്ത്യ. ഇവിടെ അവർക്ക് ആധിപത്യം കിട്ടി. അതിനുശേഷം അവരുടെ അടുത്ത ഫോക്കസ് അവർക്ക് എന്തായിരുന്നു, ഈ ഇന്ത്യയിൽ അവർക്ക് അധികാരം നടത്തണം. അവരുടെ പവർ, അവരുടെ അക്വിസിഷൻ ഓഫ് പവർ ഇൻ ഇന്ത്യ ആയിരുന്നു അവരുടെ അടുത്ത മെയിൻ ഗോൾ. അപ്പോൾ നോക്കി അവരെന്ത് ചെയ്തു എന്ന്, കമ്പനി റൂൾ ഇൻ ഇന്ത്യ ഹാഡ് ഇറ്റ്സ് ഇൻസെപ്ഷൻ ഇൻ ബംഗാൾ. അവരുടെ നോട്ടം അത്ര എവിടെയായിരുന്നു, നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ട് അവരുടെ നോട്ടം മൊത്തം ബംഗാളിലായിരുന്നു. കാരണം എന്താ, അഗ്രികൾച്ചറൽ പ്രോസ്പെരിറ്റി ആൻഡ് ദ കൺവീനിയൻറ്റ് ട്രേഡ് ഫെസിലിറ്റീസ് പ്രോംപ്റ്റഡ് ദ കമ്പനി ടു ക്യാപ്ചർ പവർ ഇൻ ബംഗാൾ. എന്ത് കാരണമായിരുന്നു അവർ ബംഗാൾ ചൂസ് ചെയ്യാൻ കാരണം, അവരുറ്റു നോക്കിയത് ബംഗാൾ. കാരണം അവിടുത്തെ കാർഷികപരമായിട്ട് അവിടെ ഒത്തിരി സമ്പന്നമായൊരു സ്ഥലമായിരുന്നു ബംഗാൾ. അതേപോലെ കച്ചവടത്തിനായിട്ട് വളരെ കച്ചവട സൗകര്യങ്ങളെല്ലാം ഉള്ളൊരു സ്ഥലമായിരുന്നു ബംഗാൾ. അപ്പോൾ നോക്കാം, പ്രോംപ്റ്റഡ് ദ കമ്പനി ടു ക്യാപ്ചർ പവർ ഇൻ ബംഗാൾ. ദ ബ്രിട്ടീഷ് ഡിഫീറ്റഡ് സിറാജ് ദൗല, ദ നവാബ് ഓഫ് ബംഗാൾ, ഇൻ ദ ബാറ്റിൽ ഓഫ് പ്ലാസി ഇൻ 1757. 1757 ഒരു യുദ്ധം നടന്നു. ഏത് യുദ്ധമാണ്, പ്ലാസി യുദ്ധത്തിൽ. ആ യുദ്ധത്തിൽ എന്തു പറ്റി, ബ്രിട്ടീഷുകാർ നമ്മുടെ ബംഗാളിലെ നവാബായ സിറാജുദ്ദൗലയെ തോൽപ്പിച്ചു. ആരാ തോൽപ്പിച്ചത്, ബ്രിട്ടീഷുകാർ. The entire Bengal came under the company rule with its success in the Battle of Buxar in 1764. അതിനുശേഷം 1764 ബുക്സാർ എന്ന് പറഞ്ഞ യുദ്ധത്തിൽ എന്ത് സംഭവിച്ചു, ആ യുദ്ധം അവർ വിജയിച്ചതോടെ ബംഗാൾ മൊത്തത്തിൽ മുഴുവനായിട്ട് ആരുടെ കീഴിലായി, ഈ കമ്പനിയുടെ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലായിപ്പോയി. അപ്പം നോക്കിയേ, ദ വാർ ബിറ്റ്വീൻ ദ ഇംഗ്ലീഷ് ആൻഡ് ദ ഫ്രഞ്ച് ഹാപ്പൻഡ് മെയിൻലി ഇൻ ദ കർണാട്ടിക് റീജിയൻ വിച്ച് ഇൻക്ലൂഡ്സ് ദ മേജർ റീജിയൻസ് ഓഫ് ദ പ്രസൻറ്റ് തമിഴ്നാടു. ഇപ്പം നമ്മൾ കാണുന്ന ഈ തമിഴ്നാടിൻ്റെ പ്രദേശങ്ങളായിരുന്നു അന്നത്തെ കാലത്ത് എന്ത് പറ്റിയത്, ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളുടെ പ്രധാന വേദി ഏതായിരുന്നു, ഇപ്പം കാണുന്ന നമ്മുടെ തമിഴ്നാട്. പിന്നെന്ത് പറ്റി, അതുകൊണ്ടാണ് അവർ തമ്മിൽ നടന്ന യുദ്ധങ്ങളെ എന്ത് പറയുന്നത്, കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നത്. അടുത്ത് നോക്കാം, ദ പ്ലാസി ആൻഡ് ദ ബുക്സാർ. ദ ബ്രിട്ടീഷ് കുഡ് സക്സീഡ് ദ ബാറ്റിൽ ഓഫ് പ്ലാസി ത്രൂ ദ സീക്രട്ട് അലയൻസ് ഇൻ വിച്ച് റോബർട്ട് ക്ലൈവ്, ദ കമാൻഡർ ഇൻ ചീഫ് ഓഫ് ദ ബ്രിട്ടീഷ് ആർമി, ഫോർജ്ഡ് വിത്ത് മിർ ജഫർ, ദ കമാൻഡർ ഇൻ ചീഫ് ഓഫ് സിറാജ് ദൗല. എന്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ബംഗാൾ അവർക്ക് കീഴടക്കാൻ അവർക്ക് കിട്ടിയ ഒരു രഹസ്യമുണ്ട്. എന്തായിരുന്നു ആ രഹസ്യം, അവർ ചതിയിലൂടെയായിരുന്നു എന്ത് കീഴടക്കിയത്, ബംഗാൾ കീഴടക്കിയത്. എന്ത് ചതിയിലൂടെയാണ്, സിറാജുദ്ദൗല എന്ന് പറയുന്ന നമ്മുടെ ബംഗാൾ നവാബിൻ്റെ ഒരു സൈന്യാധിപനായിരുന്നു ആര്, മിർ ജഫർ. ഈ മിർ ജഫർ എന്ത് ചെയ്തു, ബ്രിട്ടീഷ് സൈന്യാധിപന്മാരുമായിട്ട് ഒരു രഹസ്യമായിട്ട് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ചോർച്ച ചെയ്യുമായിരുന്നു. പറഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ലീക്ക് ചെയ്യുമായിരുന്നു അങ്ങോട്ട്. നമ്മുടെ ഡിസിഷൻ എല്ലാം ആർക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു, ബ്രിട്ടീഷുകാർക്ക്. അതുകൊണ്ട് എന്ത് പറ്റി, അവർക്ക് നമ്മുടെ ട്രിക്സ് എല്ലാം മനസ്സിലാക്കി അവരതനുസരിച്ച് മുന്നോട്ട് പോയി. അങ്ങനെ നമ്മളെ ഈസി ആയിട്ട് തോൽപ്പിച്ചു. ആരാണ് ഇതിന് കാരണം, സിറാജുദ്ദൗലയുടെ സൈന്യാധിപനായ മിർ ജഫർ. ഓക്കെ, പിന്നീട് എന്ത് സംഭവിച്ചു, അങ്ങനെയാണ് ബ്രിട്ടീഷുകാർ ചതിയിലൂടെയാണ് ഇവിടെ ജയിച്ചത്. എന്നാൽ ബക്സാറിലേത് സൈനിക ശക്തിയുടെ വിജയം. എന്നാൽ അതിനുശേഷം, പക്ഷെ പ്ലാസിക്ക് ശേഷം ബക്സർ എന്ന് പറഞ്ഞ ബാറ്റിൽ, ആ ഒരു യുദ്ധം, അത് ചതിയിലൂടെ അല്ലായിരുന്നു ജയിച്ചത്. ശരിക്കും പറഞ്ഞാൽ അവരുടെ മിലിറ്ററി പവർ കൊണ്ടായിരുന്നു ആ യുദ്ധം ജയിച്ചത്. അത്രയ്ക്ക് പവർഫുൾ ആയിരുന്നു അവരുടെ മിലിറ്ററി പവർ, ബ്രിട്ടീഷുകാരുടെ ആർമി. അവരുടെ കയ്യിൽ നല്ല ഏറ്റവും മോഡേൺ ആയിട്ട് അന്നത്തെ കാലത്തുള്ള വെപ്പൺസ് ഉണ്ടായിരുന്നു. യുദ്ധത്തിനുള്ള സാമഗ്രികൾ, സകല കാര്യങ്ങളും ആർക്കുണ്ടായിരുന്നു, ബ്രിട്ടീഷുകാർക്ക്. നമ്മളെക്കാട്ടിലും അങ്ങനത്തെ എക്യുപ്മെൻറ്റ്സ് കൂടുതലായിരുന്നു. അതുകൊണ്ടായിരുന്നു അന്ന് ബുക്സാർ യുദ്ധത്തിൽ അവർ നമ്മളെ പൂർണ്ണമായിട്ടും തോൽപ്പിച്ചത്. നോക്കിയേ, ഹൗവർ ദ സക്സസ് ഇൻ ബുക്സാർ വാസ് സോൾലി ഡ്യൂ ടു ദ സുപ്പീരിയർ ബ്രിട്ടീഷ് മിലിറ്ററി പവർ. ബ്രിട്ടീഷ് മിലിറ്ററി പവറിൻ്റെ ഒരേ ഒരു
കാരണം കൊണ്ടാണ് അവർ ജയിച്ചത്. ദ ഡിഫീറ്റഡ് ദ കമ്പൈൻഡ് ഫോഴ്സ് ഓഫ് ഷാ അലം ദ മുഗൾ എംപറർ, ഷുജാ ഉദ്ദൗല ദ നവാബ് ഓഫ് ഓദ് ആൻഡ് മിർ കസീം ദ ഫോമർ നവാബ് ഓഫ് ബംഗാൾ. ഇത്രയും പേരുടെ എന്ന് പറഞ്ഞാൽ മുഗൾ ചക്രവർത്തിമാരും നവാബും ബംഗാളിലെ നവാബും ഇവരുടെ എല്ലാം ആയിട്ടുള്ള സംയുക്ത സൈന്യത്തെയാണ് ആര് തോൽപ്പിച്ചത്? ബ്രിട്ടീഷുകാർ അവരുടെ മിലിറ്ററിയുടെ ശക്തി കൊണ്ട് തോൽപ്പിച്ചത്. അപ്പം നമുക്ക് ഇന്നത്തെ പോർഷൻ നമുക്ക് ഇത്രയാണ് നമ്മളിന്ന് കവർ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയല്ലോ സ്റ്റാർട്ടിങ്ങിന്. അടുത്ത് നോക്കി ഈ പേജിൽ എന്താ പറയുന്നത്? ബംഗാളിൽ അധികാരം നേടാൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാമായിരുന്നു? നമ്മൾ കണ്ടു അല്ലേ? എന്തൊക്കെയായിരുന്നു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് what were the factors that motivated the English East India Company to gain power in Bengal? എന്തായിരുന്നു? അഗ്രികൾച്ചറൽ പ്രോസ്പെരിറ്റിയും അതേപോലെ കൺവീനിയൻറ്റ് ട്രേഡ് ഫെസിലിറ്റീസും അല്ലേ? കാർഷികപരമായിട്ടുള്ള സമൃദ്ധിയും അതേപോലെ കച്ചവട സൗകര്യങ്ങളും. അപ്പം ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ശേഷമുള്ളത് കാണാം. ടിൽ ദെൻ ബൈ. താങ്ക് യു.